ഹായ് ഗായ്സ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 2025 പുതിയ വർഷമാണല്ലോ വരാൻ പോകുന്നത്. ഇന്നിപ്പോ അതിന്റെ ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളുടേത് ഫുൾഫിൽ ചെയ്യപ്പെടാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണ്. അല്ലെങ്കിൽ ഈവൻ കരിയർ പരമായിട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിട്ടോ എന്തൊക്കെ പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങളിൽ വന്നു ചേരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പൈൽ റീഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 ബ്രേസ്ലെറ്റുകൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയ ബ്രേസ്ലെറ്റ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പൈൽ അപ്പോൾ 1 അല്ലെങ്കിൽ 2 അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ എനർജി ഈ വീഡിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് കുറച്ച് സമയം ബാക്കി തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെ പോസിറ്റിവിറ്റിയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് 2025 വന്ന് ചേരാൻ പോകുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ എങ്കിൽ അത് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നത്, നമ്മൾ ഇതിനകത്ത് ടെററ്റ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ടെററ്റ് റീഡിങ്സ് എന്ന് പറഞ്ഞാൽ കാർഡ് വെച്ച് നമ്മൾ നമ്മുടെ ഭാവി കാര്യങ്ങളെ പ്രവചിക്കുക അല്ലെങ്കിൽ ഭാവി കാര്യങ്ങളുടെ എനർജി എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കുറച്ചൊരു നിയർ ഫ്യൂച്ചർ എനർജി എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു ഫ്യൂച്ചർ കുറച്ചും കൂടി നന്നാക്കി എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കില്ലേ, ആ കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ട്രാക്കിലേ പോവുള്ളായിരുന്നു, എന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്കിത് ലഭിച്ചേനെ എന്നല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു റെഗ്രറ്റ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ടെററ്റ് എടുക്കുന്നത്. അതുപോലെ മെയിൻലി നമുക്കൊരു വ്യക്തിയുടെ എനർജി, ആ ഒരു പേഴ്സൺ നമ്മളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ഈവൻ ആ ഒരു വ്യക്തിക്ക് നമ്മുടെ അടുത്ത് ഇമോഷൻ ഉണ്ടോ ഇല്ലയോ, നമ്മളെ ചീറ്റ് ചെയ്യാണോ, നമ്മുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടോ, ആ ഒരു പേഴ്സൺ ഫ്യൂച്ചർ നമ്മുടെ അടുത്തേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടോ, ഇവയൊക്കെയാണ് നമുക്ക് ടെററ്റിൽ നിന്ന് മെയിൻ ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ ഇതാണ് നമ്മുടെ പൈൽ നമ്പർ 1 ബ്ലാക്ക് ടെർമലിൻ ക്രിസ്റ്റൽ ആണ്. പല ആൾക്കാരും ചോദിച്ചു പ്രൊട്ടക്ഷന് വേണ്ടിയും ഈവിലായി നിന്ന് നിങ്ങൾക്ക് മോചനത്തിന് വേണ്ടിയും ബ്ലാക്ക് മാജിക് പ്രൊട്ടക്ഷന് വേണ്ടിയും ചോദിച്ചിട്ടുണ്ട്. നമുക്കിത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോൺസ് ആൻഡ് സെലഗൻസ് എന്ന പേജിൽ പോയിട്ട് ഡയറക്ട്ലി ബുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത് ഒത്തിരി ആൾക്കാർ അബണ്ടൻസിന് വേണ്ടിയിട്ട് സിട്രിൻ ചോദിക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ക്വാളിറ്റി സിട്രിൻ ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് താഴെ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺസ് ആൻഡ് സെലഗൻസ് എന്ന പേജിൽ പോയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ, എന്താണ് യൂണിവേഴ്സ് നമ്മുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ടെർമലിൻ ആണ് നിങ്ങൾക്ക് എടുക്കാൻ തോന്നിയിട്ടുള്ളത് എങ്കിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് അവൈലബിൾ ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. Please guide us. Energy of pile number 1. Please guide us. Energy of pile number 1. Please guide us. Pile number 1 energy. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൈൽ നമ്പർ 1 എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, 2025 മാരേജ് എന്നത് നിങ്ങളുടെ സ്വപ്നമാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ, ഇതുവരെ നടക്കുന്നില്ല, 2024 വളരെയധികം ബുദ്ധിമുട്ടാണ് നിങ്ങൾ നേരിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ പല പങ്കാളികളും നമുക്ക് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ട്രൂ കണക്ഷൻ തരുന്നില്ല എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വലിയൊരു വിഷമമാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാർട്ട്ണറിൽ തന്നെ നിങ്ങൾ പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നു ചേരാനുള്ള ഒരു സമയമാണ് ഈ 2025 എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല പോസിറ്റീവ് മൊമെന്റ്സും അനുഭവിക്കാൻ സാധിക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കിട്ടുന്നത്. ബിക്കോസ് നിങ്ങൾ തന്നെ നോക്കുക, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് ബഹുമാനം കിട്ടുന്ന, ഫെയിം കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളെ ഇമ്പോർട്ടന്റ് ആക്കിക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള നമ്മുടെ സെലിബ്രേഷൻസ്, നമുക്ക് ഫെയിം കിട്ടുന്ന, നമ്മൾ അതോറിറ്റി ഉള്ള, അല്ലെങ്കിൽ നമ്മളുടെ ആയിട്ടുള്ള സന്തോഷങ്ങൾ എന്നാണ് ഇത് പലപ്പോഴും കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ പുതിയ ന്യൂ ബിഗിനിങ്സ് എന്നാണ് കാണിക്കുന്നത്.
അപ്പൊ അതിനു വേണ്ടി ചുവട് വെക്കാനും അല്ലെങ്കിൽ പല മാരേജ് പോലെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 2025 നടക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ കാർഡിൽ നിന്ന് മനസ്സിലാവുന്നത് പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് ഗെയിൻ കിട്ടാനോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വിദേശത്ത് നിങ്ങൾക്ക് PR വേണം, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി മാറ്റം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉന്നതി വേണം നിങ്ങളുടെ കരിയറിൽ, എങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മാരേജിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാം ചെയ്തു വെച്ചിട്ടും പിന്നെയും അത് മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ എൻഗേജ്മെന്റ് മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ പ്രേമിച്ചു എന്നിട്ട് വീട്ടിൽ പറഞ്ഞു എന്നിട്ട് വീട്ടുകാര് സമ്മതിക്കുന്നില്ല, ഒബ്ജക്ഷൻസ് ആണ്, എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ജനുവരിയിൽ തന്നെ നിങ്ങളുടെ ഏകദേശ കാര്യങ്ങൾ റെഡി ആവാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. കാരണം ഡിസംബറിലൊക്കെ ഏകദേശം കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ജനുവരിയിൽ അതിന് തീരുമാനമാകുന്ന അല്ലെങ്കിൽ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എനർജി കാണിക്കുന്നുണ്ട്. ഇത് ഡിസംബർ നിങ്ങളുടെ ഏകദേശ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരി ആ ഒരു മാസത്തില് അല്ലെങ്കിൽ മാർച്ച് ആ ഒരു മാസത്തിൽ നിങ്ങളുടെ മാരേജിന്റെ കാര്യം പക്കയാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് അറേഞ്ച്ഡ് മാരേജിന്റെ എനർജി കാണുന്നത് കൊണ്ട് തന്നെ മാട്രിമോണി സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് പ്രപ്പോസലുകൾ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. അറേഞ്ച്ഡ് മാരേജ് തന്നെ ആയിരിക്കണം എന്നില്ല, ലവ് കം അറേഞ്ച്ഡും ആയിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് എല്ലാവരും സമ്മതിച്ചുകൊണ്ടുള്ള ഒരു വിവാഹത്തിന്റെ അപ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു വിവാഹം പോസിബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ പ്രയത്നിക്കുകയാണ് എങ്കിൽ. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരുടെ പിന്തുണകൾ നിങ്ങൾക്ക് 2025 ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ച പല ആൾക്കാരും നമ്മുടെ കൂടെ നിൽക്കാനും നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്ന ഒരു എനർജിയും ഈ ഒരു 6 ഓഫ് വാൻസിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ IAS എക്സാംസ് പോലെയുള്ള എക്സാംസിന് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അല്ലെങ്കിൽ PSC അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്, പക്ഷെ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു ഔട്ട്കം കിട്ടാൻ നിങ്ങൾക്ക് പലപ്പോഴും നിരാശയാണ് വന്നിട്ടുള്ളതെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു നിരാശയ്ക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിനെല്ലാം ഒരു ഉത്തരം നിങ്ങൾക്ക് 2025 കിട്ടും. അതായത് നമുക്ക് ഉയർച്ച ഉണ്ടാകുമെന്നതാണ്. അപ്പൊ മെയിൻലി ഈ കാർഡ് എനിക്ക് മനസ്സിലാക്കി തരുന്നത് മാരേജ് പോലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കരിയർ പോലെയുള്ള അല്ലെങ്കിൽ എക്സാം ക്ലിയറൻസ് പോലുള്ള പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് സക്സസും പ്രശംസയും കിട്ടാനുള്ള സാധ്യതയുണ്ട് പൈൽ നമ്പർ 1 എന്നാണ് കാണിക്കുന്നത്. പക്ഷെ പ്രൊട്ടക്ഷൻ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്താലും മറ്റുള്ളവരുടെ കണ്ണ് നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സക്സസിൽ അടിവെച്ച് പരാജയങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി സീക്രട്ട് ആയിട്ട് വെക്കാനും ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് പലപ്പോഴും ആൾക്കാരുടെ പറയാതിരിക്കുക. അത് അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രം അത് പുറത്ത് പറയാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കുറെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ പോലുള്ള മെഷേഴ്സ്, ഇപ്പൊ ബ്ലാക്ക് ടെർമലിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധരിക്കാൻ ശ്രമിക്കുക. ആൻഡ് നമുക്ക് അടുത്ത കാർഡ് എടുത്ത് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, 6 നമുക്ക് ഒത്തിരി അബണ്ടൻസ് കൊണ്ടുവരുന്ന നമ്പറാണ് പലപ്പോഴും 6 എന്ന് പറയുന്നത്. 6 എന്ന് പറയുന്നത് വീനസിന്റെ നമ്പറാണ്. അതുപോലെ 6 ഓഫ് പെന്റിക്കിൾസ് കണ്ടോ, ധനപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഉന്നതി ഉണ്ടാകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ നിങ്ങളുടേതായിട്ടുള്ള ഡിസയേഴ്സ് 2025 ഫുൾഫിൽ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വന്തമായ ഒരു ഗൃഹം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. മെയിൻലി എനിക്കൊരു ഫാമിലി എനർജിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അറേഞ്ച്ഡ് മാരേജ് എന്ന കാര്യം പറഞ്ഞത്. ഓക്കെ, കാരണം ഓവറോൾ എനർജിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതും ഒരു ഫാമിലി എനർജിയാണ്. അതായത് നമ്മളിപ്പം പൈസ കൊടുത്ത് നമ്മുടെ വീട്ടിൽ സന്തോഷം മേടിക്കുന്നു എന്ന് പറയത്തില്ല. അതായത് നമ്മുടേതായിട്ടുള്ള ഡിസയേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. കാർ മേടിക്കുക, പുതിയ വീട് മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഫർണിച്ചർ മേടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീടിനെ അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് പെയിന്റ് അടിക്കുക, മേ ബി എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോൾ നമ്മുടെ വീടെല്ലാം ഒരുക്കി അടുക്കി വെക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് മാറുക, അങ്ങനെ. അല്ലെങ്കിൽ 2025 ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ സാധ്യത ഉണ്ടായിരിക്കാം. കാരണം അങ്ങനെ നമ്മുടെ പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സുഖങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബേബി നമ്മുടെ ലോണ് ക്ലിയർ ചെയ്യുക, അതായത് നമ്മളൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എത്തിച്ചേരാനുള്ള അബണ്ടൻസ്, എന്താണെങ്കിലും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2025 ഗുണമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അറേഞ്ച്ഡ് മാരേജ്, അതുപോലെ തന്നെ
ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ ഫാമിലി സെറ്റിൽമെന്റ്സ്, അതുപോലെ തന്നെ ഒരു ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി നിങ്ങൾക്ക് ഉണ്ടാവുക, കുട്ടികൾ ഉണ്ടാവുക, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് പോയി പുതിയ പുതിയ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുക, നിങ്ങൾ കുറച്ചും കൂടി ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള റിലാക്സ്ഡ് സോണിൽ ഇരിക്കുക. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പോസിറ്റീവ് വൈബ്രേഷൻസ് ഒക്കെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. മെയിൻലി സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയർച്ചയും ഉണ്ടാകും. പക്ഷെ എത്ര നിങ്ങൾ ഉയരുന്നോ അത് നിങ്ങളുടെ ഫാമിലിയുടെ ഒത്തൊരുമ അനുസരിച്ചിരിക്കും എന്ന ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ 2024 നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻലി ചിന്തിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളത്, എനിക്ക് ചെയ്യാനുള്ളത്, എന്റെ കരിയർ, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ 2025 എനിക്ക് തോന്നുന്നു മറ്റൊരാൾക്ക് കൂടി വേണ്ടി നിങ്ങൾ കെയറും കൺസേണും കൊടുക്കുന്ന ഒരു എനർജി, മേ ബി നിങ്ങൾ മാരീഡ് ആവുന്നത് കൊണ്ടായിരിക്കാം, വേറൊരാളെയും കൂടി നിങ്ങളുടെ റൂമിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു എനർജി, കൂടെ താമസിപ്പിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വീഴുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 2025 നിങ്ങളുടെ വീട്ടിലൊരു ലക്ഷ്മി വരാനുള്ള സാധ്യതയുണ്ട് എന്നത്. സ്ത്രീ എന്നത് വളരെയധികം ഐശ്വര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പല ആൾക്കാരും അത് വേണ്ട വേണ്ട എന്ന രീതിയിൽ ഡിറ്റാച്ച് ചെയ്ത് വെക്കും. പക്ഷെ സ്ത്രീ എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടാക്കും, പ്രതികൂലമാണെങ്കിൽ നമുക്ക് നശിപ്പിക്കും, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് മേ ബി മാരേജിലൂടെ മേ ബി എന്നെ കാണുന്നത് മെയിൽസ് ആണോ എന്നറിയില്ല, ഫീമെയിൽസ് ആണോ എന്നറിയില്ല, കൈൻഡ് ഓഫ് ഒരു ഫെമിനിൻ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റർ ആവുന്നുണ്ട്. അത് ആ ഒരു ഫെമിനിൻ എനർജി കാരണം നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് 2025. ആൻഡ് ഏറെക്കുറെ കണ്ടോ നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ആകും. റൂട്ട് ചക്ര മീൻസ് സ്റ്റെബിലിറ്റി, അൺലിമിറ്റഡ് ആയിട്ടുള്ള സക്സസ് ആൻഡ് അൺലിമിറ്റഡ് മണി. കണ്ടോ 6 ഓഫ് പെൻഡൽസ്, പൈസ നമുക്ക് നമ്മൾ കൈ നീട്ടുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പൈസ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി. പ്രസന്റ്ലി എനർജി എന്താണ് നിങ്ങളുടെ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല, നിങ്ങളുടെ ലൈഫ് ഭയങ്കര പോസിറ്റീവ് ആണ് ഈ ഒരു സമയത്ത് നിന്നല്ല. പക്ഷെ ഗൈസ് എനിക്ക് പറയാനുള്ളത്, ഒരു പരിധി വരെ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ഈ ഒരു സക്സസിനെ നിങ്ങളുടെ അടുത്ത് നിന്ന് തട്ടി നീക്കും. അതിപ്പോൾ നിങ്ങൾക്ക് മാരേജ് ഉണ്ടാകാത്തതിന്റെ, അല്ലെങ്കിൽ മാരേജ് നടക്കാത്തതിന്റെ, അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇൻകം ഉണ്ടാകാത്തതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് നിങ്ങൾ ഇങ്ങനെ അലട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ സിബ്ലിങ്സ്, ഇവരൊക്കെ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആണ്. നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ പോലും നിങ്ങൾക്ക് തിരിച്ചടിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എനിക്ക് എങ്ങനെയാണ് പോസിറ്റിവിറ്റി ഉണ്ടാകുക, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ആൾക്കാർ തന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാണ്, എൻ്റെ ഐഡിയാസ് അവർക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടതെന്നോ എൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലോ ചിന്തിക്കാൻ എൻ്റെ ചുറ്റുമുള്ളവർ തയ്യാറാകുന്നില്ല. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ചവർ തന്നെ എനിക്കിട്ട് പണിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് എങ്ങനെയായിരിക്കും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുക? അല്ലെങ്കിൽ എൻ്റെ 2025 എന്ന് പറയുന്നത് ഇതേ സെയിം വൈബ്രേഷൻ ആയിരിക്കും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ കെയർ ചെയ്യാനോ സ്നേഹിക്കാനോ എനിക്കൊരു പരിഗണന തരാനോ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ തിരിച്ച് എന്നെ ഒന്ന് കരുതാനോ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരും വന്നിട്ടില്ല. മറ്റുള്ളവരുടെ ഒക്കെ പിറകെ ഞാൻ ഓടിയിട്ടും എനിക്ക് കിട്ടിയത് സങ്കടവും ഡിപ്രഷനും മാത്രമാണ്. അല്ലെങ്കിൽ കുറെ കടമാണ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന അസുഖാവസ്ഥയിൽ എൻ്റെ ഫിനാൻഷ്യൽ ബാലൻസ് വരെ തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ തകർന്നു പോകുന്നതിൽ നിന്ന് ഞാൻ എങ്ങനെ പോസിറ്റീവായിട്ട് ഉയർത്തെഴുന്നേക്കുമെന്നാണ് പറയുന്നത് എന്ന രീതിയിലുള്ള ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. അതായത് മുന്നിൽ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, ഇതൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് എന്ന് ഞാൻ ഇവിടെ എത്തും, ഓക്കെ എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെയും വോൺസ് ആണുള്ളത്, ഇവിടെയും വോൺസ് ആണുള്ളത്, അല്ലേ? നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് വലിയൊരു മാറ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ 2025 മാറ്റാം. കാരണം നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എന്ത് പറയുന്നുവോ അതൊന്നും യൂണിവേഴ്സിന് അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നോ, നിങ്ങൾ എന്ത് വൈബ്രേഷനിൽ നിൽക്കുന്നു. കാരണം യൂണിവേഴ്സ് എന്ന് പറയുന്നത് എനർജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഏത് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നോ ആ ഫ്രീക്വൻസിയെ നമുക്കത് തിരിച്ചു വീണ്ടും തരികയുള്ളൂ. അപ്പൊ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെയും വിഷമത്തിന്റെയും സംശയത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും വൈബ്രേഷൻ ആണ് യൂണിവേഴ്സ് കൊടുക്കുന്നത്, യൂണിവേഴ്സിനോട് കൊടുക്കുന്നത് നിരന്തരമെങ്കിൽ നിങ്ങൾക്ക് അതേ ഡബിൾ ആയി കിട്ടുകയുള്ളൂ. പക്ഷെ നിങ്ങൾ പോസിറ്റിവിറ്റിയുടെയും സന്തോഷത്തിന്റെയും സാറ്റിസ്ഫാക്ഷന്റെയും ഗ്രാറ്റിറ്റ്യൂഡിന്റെയും എനർജിയാണ് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് സന്തോഷവും പൈസയും മണിയും ഫ്ലോ വരും. അതുപോലെ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഞാനൊരു മണി മാഗ്നറ്റ് ആണ്. ആൾക്കാർക്ക് എനിക്ക് പൈസ തരാൻ അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എന്നിൽ
പൈസ തന്നാൽ അത് എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായി നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം ബിസിനസ് ആണ് നിങ്ങൾ നടത്തുന്നത്, എന്റെ കയ്യിൽ നിന്നൊരു സാധനം മേടിച്ചാൽ അത് അവർക്ക് പരിപൂർണമായി ഗുണം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർ പിന്നെയും എന്റെ അടുത്തേക്ക് വരുന്നു. ഞാനെന്ന് പറയുന്നത് ഒരു ഗുണമുള്ള അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു പോസിറ്റീവ് നൽകുന്ന ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ എന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു വരുമാനം എന്നിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഞാനൊരു മണി മാഗ്നറ്റ് ആണ് കേട്ടോ. ഈ ഒരു രീതിയിലെ സെന്റൻസുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പറഞ്ഞു നോക്കൂ. പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് നിങ്ങൾക്ക് വരും. പിന്നെ ഈ ചില ആൾക്കാർ മണ്ടത്തരം പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നിട്ടിട്ട് നാളെ ആകാമെന്നുള്ള മണ്ടൻ ചിന്താഗതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലും അത് സാധ്യമല്ല, ജീവിതത്തിലും അത് സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തവനും ഏറ്റവും കൂടുതൽ പേഷ്യൻസ്, അതായത് ക്ഷമയോടുകൂടി നോക്കി കണ്ടവനുമാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ആൾക്കുമാണ് ഗുണം കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഏത് തന്നെ മേഖല എടുത്താലും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് കുറച്ചിട്ട് പലപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കൂ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നത്. എൻ്റെ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആണോ, അത് ജീവിതത്തിൽ വന്നു ചേരുമെന്ന്. ഷുവർ ആയിട്ടും ലോ ഓഫ് അട്രാക്ഷൻ വന്നു ചേരും. ലോ ഓഫ് അട്രാക്ഷന്റെ മെയിൻ കീ എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയാണ്. നമ്മുടെ ചിന്താഗതി എന്ന് നമ്മൾ മാറ്റുന്നുവോ, എന്ന് നമ്മൾ പോസിറ്റീവായിട്ടും ബാലൻസ്ഡ് ആയിട്ടും ചിന്തിക്കുന്നോ, അന്ന് നമ്മുടെ സോൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നമ്മളിൽ വന്നു ചേരും. നമ്മളുടെ വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ കൺഫ്യൂഷൻസ് മാറിക്കിട്ടും. സോ മെയിൻലി 2025 എന്തൊക്കെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മുടെ ചോദ്യം. ആൻഡ് ആ ചോദ്യത്തിൽ നമുക്ക് മാരേജിന് ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടുമെന്നും നിങ്ങൾക്ക് കരിയർ അബണ്ടൻസ് ഉണ്ടാകുമെന്നും നിങ്ങളുടെ മൈൻഡ് സെറ്റ് കുറച്ച് ഏറെക്കുറെ മാറ്റിയാൽ വ്യത്യാസം ഉണ്ടാകുമെന്നും നിങ്ങളുടെ ഫാമിലിക്ക് സന്തോഷവും ഗുണകരവുമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സന്തോഷങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻസ് ധരിച്ചിരിക്കുക. നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് മറ്റൊരാളോട് പറയാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. മറ്റാൾക്കാർ പല രീതിയിലും നിങ്ങളെ ജഡ്ജ് ചെയ്യും, പക്ഷെ അത് കേൾക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാലൻസ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ലൈഫും ലവും ഒക്കെ നമുക്ക് കൂട്ടിക്കൊടുക്കേണ്ടതായിട്ട് വരും. എവിടെ എന്ത് അനുയോജ്യമായിട്ടുള്ള തീരുമാനമെടുക്കണം, എവിടെ ശ്രദ്ധ കൊടുക്കണം, എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, എവിടെയാണ് കുറച്ച് കൂടുതൽ ഊന്ന് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ കിങ് ഓഫ് കപ്സ് എനർജി, അതായത് ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജിയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കും. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളില്ലല്ലോ എന്നൊരു ഇമോഷനിൽ നിങ്ങളുണ്ടല്ലോ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളില്ലല്ലോ എന്നൊരു ഇമോഷനിലാണ് പലപ്പോഴും നിങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റും എല്ലാവരും ഉണ്ട്, പക്ഷെ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്നൊരു എനർജിയിലാണ് പല ആൾക്കാരും സങ്കടപ്പെടുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കൈൻഡ് ഓഫ് ഇമോഷൻസ് മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടോ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നൊരു വൈബ്രേഷനും ഇതിനകത്ത് കാണുന്നുണ്ട്. മേ ബി അത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ പോലും ആയിരിക്കില്ല. പക്ഷേ സംബഡി ഈസ് ദെയർ 2025 നിങ്ങളുടെ ആ ഒരു കിങ് ഓഫ് കപ്സ് എനർജി ഹോൾഡ് ചെയ്യാൻ തീർച്ചയായിട്ടും വരും. അതായത് നിങ്ങളുടെ ഇമോഷൻ ഹോൾഡ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഓവറോൾ അച്ചീവ്മെന്റ് ആണ് നമുക്ക് കിങ് ഓഫ് കപ്സ്. അതായത് നമുക്ക് ഇമോഷനിൽ അറ്റ് ദ ലെവൽ പീക്ക് നമുക്ക് കിട്ടി എന്ന കാർഡാണ് പലപ്പോഴും കിങ് ഓഫ് കപ്സ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഏറെക്കുറെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ഇയർ ആയിരിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് പല രീതിയിലും പല ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് 2025 അട്രാക്ട് ചെയ്യാൻ പറ്റും. അതിപ്പോൾ കരിയർ ആയിക്കോട്ടെ, മാരേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഡിസയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫാമിലിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള ഡിസയർ ആയിക്കോട്ടെ, അത് അല്ലെങ്കിൽ ഒരു ഫാമിലി സെറ്റപ്പ് ഉണ്ടാക്കുന്നതാണ് ഇനി എനിക്ക് വേണ്ടത് എന്നൊരു രീതിയാണെങ്കിൽ ആയിക്കോട്ടെ, അതൊരു 2025 വൈബ്രേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ 2025 വൈബ്രേഷൻ വളരെയധികം അബണ്ടൻ്റ് ആകുന്നതായിട്ടുമാണ് കാണുന്നത്. ജനുവരി മന്ത് തന്നെ ലവിനും മാരേജിനും ലക്കിയാണെന്ന് തോന്നുന്നു. അതായത് നിങ്ങളിപ്പോൾ എന്തിനാണോ ഒരു ന്യൂ ലവ് ലൈഫിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ ജനുവരി മാസം നിങ്ങൾക്ക് വളരെ അബണ്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2025 ഓരോ ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും അവരുടെ എനർജി. പക്ഷെ കളക്റ്റീവ് റീഡിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ ജനുവരി മാസം അല്ലെങ്കിൽ 2025 ആ ഒരു ഹോൾ ഇയർ പൈൽ നമ്പർ 1 ലവ് പരമായിട്ട് വളരെയധികം, അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി പരമായിട്ട് വളരെ
വളരെയധികം ലക്കി ആയിട്ടുള്ള വർഷമായിരിക്കും. ഒത്തിരി ന്യൂ ബിഗിനിങ്സ്, ന്യൂ റിലേഷൻഷിപ്പുകൾ തുടങ്ങാനുള്ള ഒരു ബിഗിനിങ്ങും ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ബിഗിനിങ് മാത്രമല്ല, ബിഗിനിങ് അല്ല ഇതിനകത്ത് കാണിക്കുന്നത്, സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് 2024 തൊട്ടേ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് സ്റ്റെബിലിറ്റി ലഭിച്ചിട്ടില്ല. 2025 ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം നടക്കും, അല്ലെങ്കിൽ ഒരു ഫാമിലി ഫുൾഫിൽമെന്റ് നടക്കും എന്ന വൈബ്രേഷൻ അത് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് പൈൽ നമ്പർ 1. ആൻഡ് ഗൈസ്, നിങ്ങളുടെ ലവറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ട് ട്രാവലിംഗ് ഉള്ളതുപോലെ എനിക്ക് കാണുന്നുണ്ട്. പുതിയ പുതിയ സ്ഥലങ്ങളിൽ നിങ്ങൾ പോകാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചിലപ്പോൾ 2024 ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്തിട്ട് അതൊരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് അത്ര മനോഹരമാക്കാൻ സാധിച്ചില്ല. എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 2025 എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടും. അല്ലെങ്കിൽ വാട്ട് എവർ നിങ്ങളുടെ ഇടയിൽ 2024 ജസ്റ്റിസ് നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ജസ്റ്റിസ് നടക്കും എന്നൊരു കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത്. ആൻഡ് മെയിൻ സ്കോർപിയോ, പൈസസ്, ക്യാൻസർ എനർജി കാണിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു എനർജിയിലുള്ള സോഡിയാക് സൈൻ ആണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ നിങ്ങളുമായിട്ട് ട്രാവലിങ്ങിന് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി ദൂരെയാണെങ്കിൽ ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഷിപ്പോ അങ്ങനത്തെ കൈൻഡ് ഓഫ് വെഹിക്കിളിൽ ഈ പേഴ്സൺ നിങ്ങളെ അടുത്തേക്ക് മീറ്റ് ചെയ്യാൻ വരുന്നതായിട്ട് തന്നെ അത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീറ്റ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനായിരിക്കും റെസോണേറ്റ് ചെയ്യുക, പക്ഷേ ത്രൂ വാട്ടർ അല്ലെങ്കിൽ ത്രൂ എയർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് 2025 വിത്ത് എ സർപ്രൈസ്. ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. ആൻഡ് ഈവൻ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ദൂരത്തായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പിന് വേണ്ടി അവരങ്ങനെയായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ചെയ്യുക. അതുപോലെ തന്നെ ലോട്ട് ഓഫ് ചേഞ്ചസും എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് നിങ്ങൾ ചിലപ്പോൾ 2024 താമസിച്ചതല്ല, 2025 ജനുവരി തന്നെ ചിലപ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് അവസ്ഥ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ, അത് 2024 നിങ്ങൾ പേഴ്സണെ അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തികളല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി 2025 നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വൂണ്ടിനെയൊക്കെ ലെഫ്റ്റ് ചെയ്തിട്ട് 2025 പുതിയൊരു പാർട്ട്ണർഷിപ്പിന് വേണ്ടി കയറുന്നതായിട്ടോ, പുതിയൊരു ജോബ്, പുതിയൊരു പൊസിഷൻ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് എനിക്ക് അഭിവൃദ്ധി കിട്ടുന്നില്ല അല്ലെങ്കിൽ പോസിറ്റിവിറ്റി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ വേറൊരു ജോബിലേക്ക് ജമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു കൺട്രിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്, ആ കൺട്രിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ട്രബിൾസും കൊണ്ട് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ആ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് വിത്ത് ബെറ്റർ ഓപ്പർച്യൂണിറ്റി പറിച്ചു നടുന്ന ഒരു എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ ഒരു കാർഡിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അത് ഓൾറെഡി നിങ്ങൾ സ്റ്റേബിളാണ്, പക്ഷേ സംഭവം നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാത്തൊരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കൺട്രിയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കി മനഃപൂർവ്വം യൂണിവേഴ്സ് തന്നെ നിങ്ങൾ അവിടെ നിന്ന് പറിച്ചു വേറൊരിടത്ത് നടുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു പരിധിവരെ നിങ്ങളെ അവിടെ പിടിച്ച് ഇടുന്ന നെഗറ്റീവ് എനർജീസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും അപ്പുറത്തെ രാജ്യത്തേക്കോ അല്ലെങ്കിൽ വളരാൻ സമ്മതിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പ്രസന്റ്ലി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുണ്ടെന്ന് യൂണിവേഴ്സിന് അറിയാമെന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് ഗുണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടും നിങ്ങൾ അതിൽ നിന്ന് മാറി യൂണിവേഴ്സ് പറയുന്നത് പോലെ ഒരു ബെറ്റർ ഗ്രോത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു എനർജിയിൽ കാണുന്നുണ്ട്. അതാണ് ഈ ഒരു 9 ഓഫ് പെന്റിക്കിൾസ് എനർജി. ആൻഡ് വാട്ട് എവർ നിങ്ങളിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തികച്ചും ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളോട് ഇൻജസ്റ്റിസ് ആണ് ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് ഈ ഒരു പറിച്ചു നടലിന് ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി തുടങ്ങും. അതുപോലെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്, വേറൊരു കൺട്രിയിൽ വിസിറ്റ് ചെയ്യാൻ, വേറൊരു കൺട്രിയിൽ PR ലഭിക്കാൻ, വേറൊരു കൺട്രിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാനൊക്കെ ഭയങ്കര നല്ല വൈബ്രേഷൻ ആയിട്ട് കാണുന്നുണ്ട്. എക്സ്പെഷ്യലി എയർ സൈൻ ആണെങ്കിൽ, എയർ എന്ന് പറഞ്ഞാൽ തന്നെ ട്രാവലാണ്. ലിബ്ര, ജെമിനി, അക്വേറിയസ്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് വെർഗോ. എയർ ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്ന സോഡിയാക് സൈൻസും കൂടി ഞാൻ പറയാം. ലിബ്ര, ജെമിനി, അക്വേറിയസ്, വെർഗോ, ടോറസ്, ലിയോ ആൻഡ് എയറിസ്. ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എബ്രോഡ് പോകാൻ സാധിക്കും. ആൻഡ് ഓൾസോ ലിബ്ര പറഞ്ഞല്ലോ അല്ലേ? യെസ്.
ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ഗൈസ്. ആൻഡ് അത് നിങ്ങൾ ചോദിച്ച് മേടിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ്. സോ വാട്ട് എവർ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു, അത് തന്നെയാണ് നിങ്ങൾക്ക് 2025 വഴികാട്ടിയാകാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആൻഡ് ഗൈസ്, പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് സൺ കാർഡാണ്. സോ സൺ കാർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കിടക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അൺക്ലിയർ ആയിട്ടുള്ള പല കാര്യങ്ങളോ ഡിവോഴ്സോ പോലുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് പുരോഗതി ലഭിക്കുന്നില്ല, റെസ്പോൺസ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് പരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വേഗതയിൽ, സൺ കാർഡ് എപ്പോഴും അങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്, അതിപ്പോൾ വിദേശത്തായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ, ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി വേഗത്തിൽ 2025 അതായത് ഈവൻ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി കുറച്ച് വേഗത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. ആൻഡ് ഓൾസോ ഗൈസ്, 2024 നിങ്ങൾ വൂണ്ടഡ് ആയിട്ടുണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നത് ഹാർട്ട് ചക്ര കാണിക്കുന്നുണ്ട്, വൂണ്ടഡ് ആയിട്ട് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ തോട്ട് ചക്ര വളരെയധികം മോശമായതുകൊണ്ട്, പലയിടത്തും സംസാരിക്കേണ്ട രീതിയിൽ നിങ്ങൾ സംസാരിക്കാത്തത് കൊണ്ടാണ് 2024 നിങ്ങൾക്ക് ഏറെക്കുറെ പ്രശ്നമുണ്ടായത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തോട്ട് ചക്ര ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലാപ്പിസോ ടർക്കോയിസ് ബ്ലൂവോ ആമസോണൈറ്റോ ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് വാട്ട് എവർ ഹാപ്പൻ ടു യു, ഈവൻ നിങ്ങളുടെ ലവ് ലൈഫിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതിൻ്റെ റീസൺ നിങ്ങളുടെ ത്രോട്ട് ചക്ര ക്ലെൻസ് ആവാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ നിന്ന് എന്താണോ വരുന്നത് അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൗഡ് വൺസിൻ്റെ അടുത്തോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് 2024 പല പല ബ്ലോക്കുകൾ നേരിടേണ്ടി വന്നത് എന്ന കൈൻഡ് ഓഫ് എനർജി കാണിക്കുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ത്രോട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. അമethist ഒക്കെ വളരെ നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ത്രോട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർമെന്റ് തരും. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ 2024 നിങ്ങൾ ചെയ്ത പല മിസ്റ്റേക്കുകളും നിങ്ങൾക്ക് തിരുത്തി എഴുതാനുള്ള അവസരം 2025 ലഭിക്കുന്നതായിരിക്കും. ഓവറോൾ എനർജിയിൽ നിങ്ങൾക്ക് 2025 ജനുവരി തൊട്ട് നല്ല, അതായത് ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് ലഭിക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കിട്ടുന്നത്. ഗൈസ്, ഇറ്റ്സ് എ കളക്റ്റീവ് റീഡിംഗ്. ആൻഡ് ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ 2025 എങ്ങനെയായിരിക്കും എന്നറിയാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. ആൻഡ് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടെ നോക്കാം. കാരണം പല ആൾക്കാരും ഏഞ്ചൽ മെസ്സേജ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഏഞ്ചൽ മെസ്സേജസും കൂടി നമുക്ക് ഇതിനകത്ത് എടുക്കാം. 2025 കിട്ടുന്ന ഗൈഡൻസ്. ഓക്കെ, യെസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ സിറ്റുവേഷൻ വെൽ ഇംപ്രൂവ് എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് വാട്ട് എവർ 2025 നിങ്ങൾ അനുഭവിച്ചോ ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. പലപ്പോഴും നിങ്ങൾ പല കാര്യത്തിലും നോ എന്ന് വിശ്വസിച്ചു, ആ നോ മാറി നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ, ദാറ്റ് ഇസ് 2025, നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് അത് ലഭിക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ചുറ്റും സയൻസ് ഉണ്ട്, ആ ഒരു സയൻസിന് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ അത് കണ്ട് തിരിച്ചറിയുക. ആൻഡ് 2025 എക്സ്പെഷ്യലി നിങ്ങൾ അബണ്ടൻസ് ആണ് കൊണ്ടുതരാൻ പോകുന്നത്, അത് മനസ്സിലാക്കുക. ആൻഡ് പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്ന കൈൻഡ് ഓഫ് എനർജിയാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന കൈൻഡ് ഓഫ് എനർജി ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം 2025 നടക്കും എന്നാണ് ഏഞ്ചൽസും യൂണിവേഴ്സും പറയുന്നത്. എക്സ്പെഷ്യലി നിങ്ങൾ പൈൽ നമ്പർ 1 ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ മോർ ഓവർ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നല്ലൊരു കാര്യം സംഭവിക്കുന്നു എന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ആ റിലേഷൻഷിപ്പ് വഴി നിങ്ങൾക്ക് ബാലൻസ് കിട്ടും, നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ആകുമെന്നാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ല ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് കരിയറിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബോത്ത് വൈബ്രേഷൻ നല്ലതാണെങ്കിലും നമുക്കറിയാലോ, നമുക്ക് കിട്ടിയ കാർഡ് വെച്ച് കണ്ടോ 10 of Cups ഒക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ കുറച്ചൊരു ബെറ്റർമെന്റ് അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റി റിലേഷൻഷിപ്പിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇഫ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ആൻഡ് സിംഗിൾസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ആൾക്കാർക്ക് മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. കാരണം ബിക്കോസ് 2, 9, 8, 7, 3, 5 ആൻഡ് എനിക്ക് തോന്നുന്നു 1 ഈ ഇതാണെങ്കിൽ നിങ്ങൾക്ക് 2025 മാരേജ് നടക്കാനുള്ള വൈബ്രേഷൻ തീർച്ചയായിട്ടും കാണിക്കുന്നതാണ്. ആൻഡ് 7 വൈബ്രേഷൻ ആണെങ്കിൽ നിങ്ങളുടെ കരിയർ ഇംപ്രൂവ്മെന്റ് നടത്താനുള്ളതും പ്ലസ് മാരേജ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഓൾസോ 9. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഹോപ്പ് നിങ്ങൾക്കത്
റെസൊണേറ്റ് ആയെന്ന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. റെസൊണേറ്റ് ആയെങ്കിൽ അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ഈവൻ നിങ്ങൾക്ക് അത് റെസൊണേറ്റ് ആയില്ലെങ്കിൽ ഗോ ഫോർ സെക്കൻഡ് പൈൽ. 2 പൈലും കണ്ടു നോക്കാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2ഉം കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അടുത്ത പൈലിൽ കാണാം. അതുവരെക്കും ബൈ. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ സിട്രൺ സ്റ്റോൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് എന്താണ്, എന്ത് കൈൻഡ് ഓഫ് എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, angels please guide us. Angels please guide us. Energy for pile number 2, 2025 energy. Okay. Wow, Ace of Cups and also 2 of Cups and 7 of Pentacles. Wow. മെയിൻ എനർജി ആയിട്ട് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ 2025 നിങ്ങളുടെ സോൾമേറ്റ് അഥവാ ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നൊരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള കരിയർ എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണോ ഈ ഒരു ഭൂമിയിൽ വന്നത്, വാട്ട്സ് യുവർ സോൾ പർപ്പസ്, അത് നിങ്ങൾക്ക് 2024 ലാസ്റ്റിൽ മനസ്സിലാവുകയും 2025 നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു എനർജി. ചില ആൾക്കാരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് പല വ്യക്തികളെയും ഹീൽ ചെയ്യാനായിരിക്കും. ചില ആൾക്കാരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ പാർട്ട്ണർ ആകാൻ വേണ്ടിയായിരിക്കും. ചില ആൾക്കാരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന നമ്മളുടെ സോളിന്റെ വെൽനെസ് നോക്കുക എന്നതായിരിക്കും. ചില ആൾക്കാരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാവരെയും ഹീൽ ചെയ്യുക എന്നതായിരിക്കും. പലപ്പോഴും പൈൽ നമ്പർ 2 എനിക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ കൊടുക്കുക എന്നതായിരിക്കും ഒരു പരിധിവരെ നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആൾക്കാർ പറയില്ലേ, ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്താൽ, ഇപ്പൊ കാശായിട്ടാണെങ്കിലും ശരി, ലവ് ആയിട്ടാണെങ്കിലും ശരി, എന്തെങ്കിലും കൊടുത്താൽ 10 മടങ്ങായിട്ടാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നതെന്ന്. ചിലപ്പോ നമ്മുടെ അമ്മമാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്, അല്ലെങ്കിൽ ഇവൻ നമ്മുടെ പാർട്ട്ണറിന്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണ്, ആർക്കാണെങ്കിലും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്താൽ അതിൽ 10 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു, നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്ന വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ആ ഒരാൾക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നതായിരിക്കാം ഒരു പരിധിവരെ നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ള ആ ഒരു പേഴ്സൺസിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നിറവേറ്റുക തന്നെ ആയിരിക്കാം പലപ്പോഴും ഒരു വ്യക്തിയുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൂർവികർ കുടുംബം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ആരൊക്കെ ഈ ഒരു ഭൂമിയിൽ മീറ്റ് ചെയ്യുന്നു അവരുമായിട്ടൊക്കെ പാസ്റ്റ് ലൈഫിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു അവരുമായിട്ടൊക്കെ നമുക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് കർമ്മ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യാദൃച്ഛികമായിട്ട് ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വരുന്നതും പോകുന്നതും. പെട്ടെന്ന് പോകുന്നവരുണ്ട്, പെട്ടെന്ന് വന്ന് ജീവിതകാലം മുഴുവൻ നിൽക്കുന്നവരുണ്ട്, പതിയെ വന്നിട്ട് യാതൊരു എസൻസും തരാതെ പോകുന്നവരുണ്ട്. ഇതൊക്കെ ചില ആൾക്കാരുമായിട്ട് നമുക്ക് ഭയങ്കരമായ ഡീപ്പ് ബോണ്ടഡ് കർമ്മ ഉണ്ടാവും. ചില ആൾക്കാരുമായിട്ട് ജസ്റ്റ് 1 to 2 days നിറവേറ്റാനുള്ള കർമ്മയും ഉണ്ടാവുള്ളൂ. സോ നമ്മളെല്ലാവരുമായിട്ട് നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളുമായിട്ടൊക്കെ നമ്മൾ കണക്റ്റഡ് ആണ് പാസ്റ്റ് ലൈഫിൽ. ഈവൻ ഞാനുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റീഡിങ്സ് റെസൊണേറ്റ് ആവും, ഓൾറെഡി നമ്മൾ തമ്മിലും കണക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തമ്മിലും പാസ്റ്റ് ലൈഫിൽ മീറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഗൈഡൻസുകൾ പങ്കുവച്ചിട്ടുള്ള കൈൻഡ് ഓഫ് റിലേഷൻ നമ്മളിൽ ഉണ്ടാവും. ആരുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്താലും അവർ തമ്മിലൊക്കെ നമുക്ക് ഒരു പാസ്റ്റ് ലൈഫ് ബന്ധമുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വെൽനെസ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെയൊക്കെ വെൽനെസ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ നിങ്ങളുടെ സോൾ പർപ്പസ് ആണ് എന്നൊരു വൈബ്രേഷൻ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചുറ്റുമുള്ളവരുടെ വെൽനെസ്സിന് വേണ്ടിയാണ് ചിലപ്പോൾ നിങ്ങൾ കരിയർ നല്ലൊരു രീതിയിൽ ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതും നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് ആയിട്ട് മാറും ഗൈസ്. ആൻഡ് ഗൈസ്, 2024 നിങ്ങൾ ഒത്തിരി പ്രോമിസസ് കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആ പ്രോമിസസുകൾ നിങ്ങൾ 2025 നിറവേറ്റേണ്ടതായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ കൊടുത്ത പ്രോമിസസ് ആയിരിക്കാം. ഈ പ്രോമിസസുകളെല്ലാം നിങ്ങൾ 2024
കംപ്ലീറ്റ് ചെയ്തില്ല, നിറവേറ്റിയില്ല. സോ 2025 ഒരു പരിധി വരെ ഫയൽ നമ്പർ 2 നിങ്ങൾ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ ജനിച്ചവരാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക എന്നതാണ് ഒരു പരിധി വരെ നിങ്ങളുടെ സോൾ പർപ്പസ്. അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ആൾക്കാർക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം കരുതൽ കൊടുക്കണമെന്ന് നിങ്ങളുടെ സോളിനെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അഭിവൃദ്ധി കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന് 10 മടങ്ങ് തിരിച്ചു കിട്ടും. നിങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടേതാണെന്നും പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അതിന് ഗ്രോത്ത് ഉണ്ടാവില്ല. ഉള്ളത് ചിലപ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ചിലവാക്കി കളയണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സോൾ പർപ്പസ് ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നത് എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ സോൾ പർപ്പസ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ക്ലിയർ ആക്കുക ഇത് എന്താണെന്ന്, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ ഒരു 2025 നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതായത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒത്തിരി കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് ഗുണം കിട്ടുക. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിരിക്കാം, ചില പ്രോമിസസുകളിൽ നിങ്ങൾ സ്റ്റക്കായിരിക്കാം. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഫയൽ നമ്പർ 2 അനാവശ്യമായിട്ട് പ്രോമിസസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, ബിക്കോസ് എനിക്ക് നിങ്ങളുടെ നമ്പർ 2ഉം 4ഉം ഭയങ്കര വൈബ്രേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 2ഉം 4ഉം ഒക്കെ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. എടുത്തു ചാടി വാഗ്ദാനങ്ങൾ, ഞാൻ അങ്ങനെ ചെയ്തു തരാം ഇങ്ങനെ ചെയ്തു തരാം എന്നുള്ള സ്വപ്നങ്ങൾ മറ്റാൾക്കാരെ കാണിക്കും. എന്നിട്ട് നിങ്ങൾക്കത് നിറവേറാൻ പറ്റിയില്ലെങ്കിൽ ഗൈസ് അത് നിങ്ങളുടെ കർമ്മയാകും. അതുകൊണ്ട് എടുത്തു ചാടി വാഗ്ദാനങ്ങൾ നൽകുന്നത് നിർത്തുക. ആൻഡ് ഓൾറെഡി നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അത് നിറവേറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും. ഇത് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ പേഴ്സണ് നിങ്ങൾ കൊടുത്തതായിരിക്കില്ല, നിങ്ങളുടെ സോളിന് തന്നെ നിങ്ങൾ കൊടുത്തതാണ് എങ്കിൽ ഗൈസ് നിങ്ങളുടെ സോളിനെ ആദ്യം നിങ്ങൾ ഫീഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് എന്താണോ വേണ്ടത് അത് നിങ്ങൾ നടത്തി കൊടുക്കുക. അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ കുറെ റെസ്പോൺസിബിലിറ്റികളുടെ ഇടയിലും കുറെ പ്രോമിസസുകളുടെ ഇടയിലും പെട്ടുകിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോമിസസ് ചെയ്തിട്ടില്ല എങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും 2025. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പ്രോമിസസ് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എങ്കിൽ എടുത്തു ചാടിയുള്ള ചിന്തകൾ പലപ്പോഴും നമ്മളെ കുഴിയിലേക്ക് ചാടിക്കും എന്ന് പറയുന്നില്ലേ, അതുപോലെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്തിട്ടുള്ള പ്രോമിസസ് പലപ്പോഴും നിങ്ങൾ വിചാരിക്കും എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടുന്നില്ലല്ലോ, ഞാൻ മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നല്ലോ എന്നൊരു കൈൻഡ് ഓഫ് രീതിയിൽ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ ജന്മം അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവും, ഈ ജന്മം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ട സമയമാണ്. സോ യു മസ്റ്റ് ഗീവ് ദം ബാക്ക്. അതായത് നിങ്ങളത് അവർക്ക് തിരിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു വൈബ്രേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ കടമ ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ റഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു സമാധാനപരമായിട്ടുള്ള എനർജി കിട്ടാതെ നിങ്ങൾ റഷ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സോള് ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് അത് ചെയ്തില്ല, ഇവർക്ക് ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു, നമുക്കത് പറ്റുന്നില്ല ഇത് പറ്റുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾ റഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയായിരിക്കാം, ഒരു പരിധി വരെ നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഏറെക്കുറെ മാറി കിട്ടുന്ന ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഗൈസ് നിങ്ങൾ കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ബ്ലാക്ക് മാജിക് എനർജി, അല്ലെങ്കിൽ അനാവശ്യ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് ഫുൾഫിൽ ചെയ്യാത്ത എനർജി, അല്ലെങ്കിൽ മേ ബി നിങ്ങളിപ്പോൾ കൈൻഡ് ഓഫ് ഒത്തിരി പ്രണയം കൊടുത്തിട്ട് അത് നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടി ഡിറ്റാച്ച് ചെയ്തിട്ടുള്ള എനർജി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒത്തിരി നിങ്ങൾ ചിലപ്പോൾ അത് കളിക്ക് പറഞ്ഞതായിരിക്കും, പക്ഷെ അവർക്കത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഫീൽ ചെയ്തിട്ടുണ്ട്, അവർ നിങ്ങളുടെ അടുത്ത് അത് പുറത്ത് പറഞ്ഞിട്ട് നിങ്ങളത് ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ അത് നിങ്ങളുടെ കർമ്മയായിട്ടുള്ള എനർജി. അങ്ങനെ 2024 നിങ്ങൾ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പെൻഡിങ് വെച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം 2025 നിങ്ങൾ പതിയെ ചെയ്ത് തീർത്തേ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ 2024 നമ്മൾ ചെയ്യാതെ പെൻഡിങ് ഇട്ടത് ബേർഡൻ ആയിട്ട് നമുക്ക് കിടക്കുകയാണ്. ആൻഡ് 2025 ആ ഒരു ബേർഡൻ നിങ്ങൾ ചുമക്കേണ്ടി വരും. അല്ലെങ്കിൽ കണ്ടോ, അതായത് നമ്മുടെ പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് കാരണം നമ്മളെ എങ്ങോട്ടോ വലിച്ചുകൊണ്ട് പോകുന്നു, അതനുസരിച്ച് നമ്മൾ പോകുന്നു എന്നൊരു എനർജിയിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫും ലവ് എനർജിയും കരിയറും കോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം
ഒരു പരിധി വരെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതായിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഗൈസ് അത് നിർത്തുക. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം മറ്റുള്ളവരല്ല നിങ്ങളുടെ ലൈഫ് നോക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവരെ കോമ്പറ്റേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലെങ്കിൽ അവളും നല്ല ഡ്രസ്സ് ഇട്ടു, സോ ഞാനും നല്ല ഡ്രസ്സ് ഇടാം. ആ കൈൻഡ് ഓഫ് രീതിയിലാണ് നിങ്ങളുടെ മെന്റാലിറ്റി പോകുന്നത് എങ്കിൽ ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റീച്ച് നിങ്ങൾക്ക് ലഭിക്കില്ല. മറ്റാൾക്കാരെ ശ്രദ്ധിക്കാതെ നീ നിനക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കൂ, നിനക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വാഗ്ദാനം കൊടുത്തും മറ്റുള്ളവർക്ക് ഉപകരിച്ചും നടക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. 2024 നിങ്ങൾ ഒത്തിരി കർമ്മ വലിച്ചു വെച്ചിട്ടുണ്ട്, അത് 2025 റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പലപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക. ഒരു പരിധിവരെ നിങ്ങളുടെ സോൾ പർപ്പസ് അങ്ങനെയായി മാറിയതിന്റെ റീസൺ പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ അൺസർട്ടൺ ആയിട്ടുള്ള പൂർത്തീകരിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ഇട്ടിട്ട് അത് ബേർഡൻ ആക്കിയതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ട ഒരു ബാധ്യസ്ഥതയിൽ വന്നിരിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ജോലി സ്ഥലത്ത് പോയാലും ശരി, നിങ്ങളുടെ വീട്ടിലായാലും ശരി, എവിടെയാണെങ്കിലും ശരി, ആൾക്കാർ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുകയാണ്. അവര് തരും, അവര് ചെയ്തു തരും, അവരത് എനിക്ക് ചെയ്തു തരണം, അത് എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് അർഹത ചോദിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ ആരും എനിക്ക് എന്താ ചെയ്തു തരാത്തത് എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, ആൻഡ് ഓൾസോ എനിക്ക് മനസ്സിലാവുന്നത് ഇഫ് നിങ്ങളുടെ മാരേജ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ ആരോ ഒരാൾ പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി അമിതമായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പേഴ്സന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വരും എന്ന് എവിടെയൊക്കെ ഒന്നുകിൽ നിങ്ങളുടെ സോളിനോ അല്ലെങ്കിൽ അവർക്കോ നിങ്ങൾ വാഗ്ദാനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ സോൾ എന്ന് പറയുന്നത് എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കും എന്നൊരു അർജിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ സോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ദിനം പ്രതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കറിയാം, ചിലപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു പേഴ്സൺ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്തിട്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ഹെഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ല, ഹെഡ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ മറക്കാൻ വേണ്ടിയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പുതിയൊരു കണക്ഷനിലേക്ക് പോകുന്നത്. പക്ഷേ ആ ഒരു പേഴ്സൺ ഹെഡ് ചെയ്ത് പോയെങ്കിലും ആ ഒരു പേഴ്സന്റെ എനർജി സ്റ്റിൽ നിങ്ങളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അവരെ ട്രാപ്പ് ചെയ്തില്ല, പക്ഷെ അവര് നിങ്ങളെ പലപ്പോഴും ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു എനർജിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ എൻ്റെ ഇൻറ്റ്യൂഷനിൽ എനിക്ക് മനസ്സിലാവുന്നത് അവരിപ്പോഴും നിങ്ങളെ ഓർക്കുന്നത് കൊണ്ടും ഇപ്പോഴും നിങ്ങളുടെ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടും തന്നെ നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ നിന്ന് മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമിക്കുന്ന എനർജി, മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന എനർജി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ ഒരു എനർജിയിൽ 2025 നിൽക്കരുത്. എന്നാൽ നിങ്ങളുടെ 2024 എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ 2025 ആയിത്തീരും. അതുപോലെ നിങ്ങളുടെ മാസ്കുലിൻ എനർജി നിങ്ങൾ ബാലൻസ് ചെയ്യുക. നിങ്ങൾ ഒത്തിരി ഫെമിനിൻ എനർജിയിൽ നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവകാശങ്ങളും പലപ്പോഴും കിട്ടാതെ പോകുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് സക്സസ് വേണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സക്സസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഈ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ തുടരാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സമാധാനം എന്ന കൈൻഡ് ഓഫ് എനർജിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. കാരണം ഞാൻ ഒത്തിരി കാർഡ്സ് ഇതിനകത്ത് നിന്ന് എടുത്തു, ബട്ട് ഒന്നും എനിക്ക് തോന്നുന്നത് ക്ലിയർ അല്ല ഇതിനകത്ത്. ഓക്കെ, ഇൻറ്റ്യൂഷൻ വൈസും ഇതിനകത്ത് ക്ലിയർ അല്ല. കണ്ടോ, ഭയങ്കരമായിട്ടുള്ള ഒരു അൺസർട്ടേണിറ്റി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ക്ലിയർ ചെയ്യാനുണ്ട്, ബാലൻസ് ചെയ്യാനുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതുപോലെ തന്നെ ഹാർട്ട് ചക്ര ക്ലെൻസിങ് നല്ല രീതിയിൽ ചെയ്യുക, ചക്ര ബാലൻസ് ചെയ്യുക. ആൻഡ് ഗൈസ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രേസ്ലെറ്റുകൾ പൊട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സർട്ടൺ ചക്ര വളരെയധികം ബ്ലോക്ക് ആണെന്നതാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകിൽ അത് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ചാർജ് ചെയ്തിട്ടെടുക്കുക. ബിക്കോസ് കണ്ടോ ഫൈറ്റിംഗ് എനർജിയാണ് കിട്ടുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ല, ഭയങ്കര ഒരു കണ്ടോ കൈൻഡ് ഓഫ് ബട്ട് ദർ ഇസ് ഹോപ്പ്. ഞാൻ നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ പറയുന്നതല്ല. നിങ്ങൾ സ്റ്റക്കാണ്, 2024 സ്റ്റക്കായിരുന്നു, 2025 സ്റ്റക്ക് ആവാതിരിക്കണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളുടെ കടമകൾ കുറച്ചും കൂടി നിറവേറ്റാൻ ശ്രമിക്കണം. എന്നാലായിരിക്കും നമുക്കൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കിട്ടുക.
അപ്പോൾ എത്ര ആൾക്കാർക്ക് ഇത് റെസൊണേറ്റ് ആവുമെന്ന് അറിയില്ല. ബട്ട് നിങ്ങൾ പൈൽ നമ്പർ 2 ആണ് നിങ്ങൾക്ക് കൂടുതൽ റെസൊണേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഡിഫിക്കൽട്ട് ആണ് എങ്കിൽ ഗൈസ് 2025 നിങ്ങൾക്ക് അതിൽ പുരോഗമനം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ കാര്യത്തിൽ വർക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ കാണുന്ന പോസിറ്റിവിറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. പോസിറ്റിവിറ്റി ഇല്ലെങ്കിൽ നിങ്ങളെ പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കുക എന്നതാണ് എന്റെ കടമ. സോ അതുകൊണ്ട് തന്നെ കുറച്ച് പോസിറ്റീവായിട്ടിരിക്കാനും നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, അൺക്ലിയർഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാനും ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർമെന്റ് 2025 ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, within the next few weeks, യെസ്, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഈ ഒരു മാറ്റം ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സിൽ നിങ്ങൾക്ക് ഗുണം കണ്ടു തുടങ്ങും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ്. യെസ്, നിങ്ങൾ റിക്കവർ ആകാനുണ്ട്. ഓക്കെ, ആ ഒരു റിക്കവർ, അതായത് നമ്മൾ കൊടുത്ത വാഗ്ദാനങ്ങളും നമ്മൾ കൊടുത്ത അങ്ങോട്ടുള്ള എനർജിയും ഇതെല്ലാം നമ്മളിലേക്ക് തിരിച്ചു വന്ന് ചേരാനുണ്ട്. ഇതെല്ലാം തിരിച്ചു വന്ന് ചേർന്നാലേ മറ്റൊരാൾ സ്റ്റേബിൾ ആയി നിൽക്കുന്നത് പോലെ നമുക്കും സ്റ്റേബിൾ ആവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാക്ട് മനസ്സിലാക്കുക, കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക, ഫൊർഗീവ് ചെയ്യേണ്ട സ്ഥലത്ത് ഫൊർഗീവ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തു, അവർ നിങ്ങൾക്ക് തിരിച്ച് ചെയ്തു തരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ, അതങ്ങ് വിട്ടേക്ക്. അതിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ എനർജിയാണ് പിന്നെയും മോശമാകുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡയറക്ഷൻ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകും. ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നില്ല എങ്കിൽ വേണ്ടാന്ന് വെച്ചേക്ക്. നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തില്ലേ, നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയും നിങ്ങളുടെ ഹൃദയത്തെയും മാത്രം കേൾക്കുക, ചുറ്റുമുള്ളവരെ കേൾക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പല നോയും എസ് ആയി മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി യെസ്സും ലഭിക്കും. നിങ്ങൾ അക്ഷമരായിട്ട് നിൽക്കുന്ന ആ ഒരു സമയം മാറ്റി ക്ഷമയോടുകൂടി കാത്തു നിൽക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ, നിങ്ങളുടെ ആരോഗ്യം മോശമാവാതിരിക്കാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 2025 നിങ്ങളുടെ ആരോഗ്യം കുറച്ച് മോശമാവുന്നതായിട്ടും കാണുന്നുണ്ട്. ആക്ഷൻ എടുക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരും. വെറുതെ പിന്നിലോട്ട് മാറി നിൽക്കണ്ട, മറ്റുള്ളവരുമായിട്ട് കമ്പയറും ചെയ്യണ്ട. നിങ്ങളുടേതായിട്ടുള്ള അബണ്ടൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ മുന്നിൽ റോഡ് മോഡലായിട്ട് വെച്ചിരിക്കുന്നവരെക്കാൾ ഉയരത്തിൽ പറക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. സോ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് ചില കാര്യങ്ങളൊക്കെ റീകൺസിഡർ ചെയ്ത് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് ശ്രദ്ധിച്ചാൽ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫർദർമോർ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങളും റെമഡീസും നമുക്ക് അതിലേക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അബണ്ടൻസ് ഉണ്ടാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ.